നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഒരുക്കുന്ന വാസസ്ഥലം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിന്റെ 3 വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് സ്ഥലം ഒരുക്കുവാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പോൾ നമുക്ക് തോന്നുന്നത്, സാധാരണ വായിച്ചാൽ തോന്നും, യേശു നമുക്ക് വേണ്ടി കെട്ടിടമൊരുക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. യേശു തച്ചനായിരുന്നു, അവിടെ ദൈവമക്കൾക്ക് വേണ്ടി കെട്ടിടം പണിയുകയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ യേശു എൻ്റെ പിതാവിന് പോലത്തെ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് അനേക തരത്തിലുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങളുണ്ട് എന്നാണ്. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുള്ളതുപോലെ ആത്മീയ ശരീരങ്ങൾക്കും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തിലെ തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഗബ്രിയേലിനൊരു പ്രത്യേക തേജസ്കരിക്കപ്പെട്ട വാസസ്ഥലം, ഒരു ശരീരം. മീഖായേലിന് വേറൊരു തേജസ്കരിക്കപ്പെട്ട ശരീരമാകുന്ന വാസസ്ഥലം. 4 ജീവികൾക്ക് പ്രത്യേക തേജസ്സുള്ള വാസസ്ഥലമാകുന്ന ശരീരം. 24 മൂപ്പന്മാർക്ക് പ്രത്യേക വാസസ്ഥലമാകുന്ന ശരീരമാകുന്ന കൂടാരം. സറാഫുകൾക്ക് വേറൊരു പ്രത്യേക തേജസ്സുള്ള വാസസ്ഥലമാകുന്ന ശരീരം. അതുപോലെ സറാഫുകൾക്ക്, കെരൂബുകൾക്ക്, അവർക്കും പ്രത്യേക ശരീരമാകുന്ന വാസസ്ഥലം. ഇതാണ് സ്വർഗത്തിലുള്ളത്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങളെ ഒരുക്കാൻ പോകുന്നു. നമ്മുടെ ആത്മാവ് യേശു ഒരുക്കുന്ന ആ തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങളിലായിരിക്കും. അതുതന്നെ വ്യത്യസ്ത തേജസ് ഉള്ളതായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ തേജസ്സാണ്. പക്ഷേ നമ്മുടെ ജ്ഞാനമൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റും. യേശു ദൈവരാജ്യം എങ്ങനെയായിരിക്കുമെന്ന് പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ മറുമലയിൽ വെച്ച് കാണിച്ചു. അപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. പത്രോസ് പറയുകയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. അപ്പോൾ ഈ വന്നു ചേർന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മോശയാണെന്നുള്ളത് പത്രോസിന് മനസ്സിലായി. പത്രോസിന് ജ്ഞാനം വർദ്ധിച്ചു. മറ്റൊരാള് മരിക്കാതെ സ്വർഗ്ഗാരോഹണം ചെയ്ത ഏലിയാവാണെന്ന് പത്രോസിന് മനസ്സിലായി. മറ്റേത് യേശുവാണ് എന്ന് മനസ്സിലായി. ആ 3 പേരും ഒരുപോലെയായെന്നാണ് വായിക്കുന്നത്. അതാണ് കർത്താവ് ഒരുക്കാൻ പോകുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരമാകുന്ന ഭവനം. അതാണ് കർത്താവ് പൗലോസ് എഴുതിയത്, കൂടാരമായ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത കെട്ടിടമാകുന്ന ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം. പ്രിയപ്പെട്ടവരെ, അന്ന് ജ്ഞാനം വർദ്ധിക്കുന്നത് കൊണ്ട് ആരോട് ചോദിക്കാതെ ഇതൊക്കെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ തേജസ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മളെങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു, എങ്ങനെ ദൈവജനത്തെ സ്നേഹിച്ചു, എങ്ങനെ നമ്മൾ കർത്താവിനായിട്ട് ത്യാഗം സഹിച്ചു, എങ്ങനെ നമ്മൾ ഒരു ആത്മീക നിലവാരം പുലർത്തി എന്നുള്ളത്, നമ്മുടെ കുടുംബജീവിതം, സമൂഹ ജീവിതം, നമ്മുടെ സഭാജീവിതം, ഇതൊക്കെ എങ്ങനെയായിരുന്നു. കർത്താവിനെ കുറിച്ച് ലജ്ജിക്കാതെ ധൈര്യത്തോടെ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചോ, ദൈവത്തെ സ്നേഹിച്ചോ, ദൈവജനത്തെ സ്നേഹിച്ചോ എന്നെല്ലാം അന്ന് ലഭിക്കുന്ന തേജസ് കൊണ്ട് ആർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ പേരെല്ലാവർക്കും മനസ്സിലാവും. അന്നൊരു ഭാഷയേ ഉള്ളൂ. അന്നെല്ലാവർക്കും ഒരേ ജീവിത ചര്യയാണ്. ആർക്കും ആരോടും പരാതിയില്ല. സ്വർഗമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അത് നമുക്ക് തരുവാനാണ്
സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് അക്ഷരപ്രകാരം നിറവേറും. ഞാനും അതുതന്നെയാണ് പറഞ്ഞത്. ദൈവം പിതാവ് പറഞ്ഞതിലും വിശ്വസിക്കുക. അതായത് പഴയ നിയമത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ വാമൊഴിയായി പറഞ്ഞ കാര്യം അത് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾ അതും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ മുഖത്തെ അനേക വാസസ്ഥലങ്ങൾ, തേജസ്കരിക്കപ്പെട്ട ശരീരമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതുപോലെയല്ല. നിങ്ങൾ ദൂതന്മാരെ പോലെയല്ല. ഒരർത്ഥത്തിൽ വിവാഹമില്ലാത്തതുകൊണ്ട് ദൂതന്മാരെ പോലെയാണെന്നേ ഉള്ളൂ. എന്നാൽ നമ്മളൊക്കെ യേശുവിനെ പോലെ ആകാൻ പോവുകയാണ്. അതാണ് യേശു മറുവമലയിൽ കാണിച്ചു തന്നത്. അവിടെ തീർച്ചയായിട്ടും ഇത് എലിയാവാണ് എന്ന് മനസ്സിലാക്കാൻ പത്രോസിന് കഴിഞ്ഞതുപോലെ, മോശയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ, യേശുവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മാത്രം. പക്ഷേ എല്ലാവരും യേശുവിനെ പോലെ ആയിരിക്കും. യേശുവിനെ പോലെയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരം തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടതിനാണ് കർത്താവ് എന്ത് ചെയ്തത്? കുരിശിലേക്ക് പോയി വിരൂപനായത്. അതുവഴി അല്ലെങ്കിൽ പിന്നെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത്. നമ്മെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഒരു നാൾ നാം ഈ ലോകം വിട്ടു പോകും, മരിക്കും, നമ്മുടെ ശരീരം മണ്ണിലേക്ക് ചേരും. എന്നാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം തേജസ്സുള്ളവരായിട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ പോലെ ആകും. അതാണ് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ശരീരം. എൻ്റെ ഭവനം പോലെ ആയിരിക്കും നിങ്ങളുടെ ഭവനം. അതാണ് യേശു ഉദ്ദേശിച്ചത്. അതാണ് യേശു മറുവമലയിൽ കാണിച്ചു തന്നത്. എലിയാവിനും മോശയ്ക്കും യേശുവിൻ്റേതുപോലെയുള്ള ശരീരം. അത് ദൂതന്മാരെ പോലെയുള്ള ശരീരമല്ല, ദൂതന്മാരുടെ ഒരു ശരീരഘടനയല്ല, ദൂതന്മാരുടെ ആ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരമല്ല. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും എന്നാണ് കർത്താവ് മറുവമലയിൽ വെച്ച് പഠിപ്പിച്ചതും ഇപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നതും. അതുകൊണ്ട് ഹൃദയം കലങ്ങാതെ വളരെ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.